ഇന്നലെ ആണെങ്കിൽ ഉച്ച വരെ വീട്ടിലിരുന്ന് സിനിമയൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് അത് കഴിഞ്ഞ് ഭയങ്കര ശോകം, കരണ്ടും ഇല്ല. അപ്പോൾ വണ്ടി എടുത്തിട്ടാണ് ഞാൻ എങ്ങും പോയുമില്ല, അധികം ഓടിച്ചുമില്ല, വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. അങ്ങനെയാണെങ്കിൽ വാഗമണ്ണ് വിട്ടേക്കാന്ന് കരുതി. അങ്ങനെ ഞാൻ പഴയ ഗ്ലൗസൊക്കെ തപ്പിയെടുത്ത് തണുപ്പടിക്കാതിരിക്കാൻ ഒരു ഹുഡിയൊക്കെ ഇട്ടു. നേരെ നമ്പ്യാവളം പമ്പിൽ പോയി 350 രൂപയ്ക്ക് പെട്രോളും അടിച്ചു. ബൈക്ക് ശരിക്കൊന്നും ഓടിച്ചിട്ട് 1 വർഷം മേളിലായി. സത്യം പറഞ്ഞാൽ ഇതൊരു ടെസ്റ്റ് കൂടെയാണ്, എനിക്ക് ഇനിയും പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, മുമ്പോട്ട് അത്രയും ദൂരമൊക്കെ ബൈക്ക് ഓടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ കുറച്ച് മഴക്കാഴ്ചകളും കാണാമല്ലോ. ഞാനങ്ങനെ വണ്ടി എടുത്ത് നേരെ പോയി. കിടങ്ങൂരെത്തും മുമ്പ് നമ്മുടെ കട്ടച്ചിറ പാലത്തിനോട് വന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ചയാണ്. ഇഷ്ടം പോലെ മീൻ പൂത്ത കയറിയതാ. പുല്ലനും മഞ്ഞക്കൂരിയും പള്ളത്തിയും എല്ലാം ഉണ്ട്. ഈ ചേട്ടന്മാര് ഒത്തിരി പേരുണ്ട് കേട്ടോ. അവിടെ വീശി കൊണ്ടുവന്ന് ഇട്ടേക്കുന്നാന്ന് തോന്നുന്നു. വലിയ വാളയൊക്കെ കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോയ കാരണം വാങ്ങാൻ നിന്നില്ല. എല്ലാം ഞാൻ ഉറപ്പായിട്ടും മഞ്ഞക്കൂരിയൊക്കെ വാങ്ങി. എനിക്ക് മഞ്ഞക്കൂരി വറുത്ത് കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. 250 രൂപ മഞ്ഞക്കൂരിക്ക്. മീൻ വിൽപ്പന അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. തിരിച്ചു വരുമ്പം വാങ്ങാമെന്നൊക്കെ ചിന്തിച്ച, പക്ഷേ നടന്നില്ല, സാധനം ഇല്ലായിരുന്നു. ഞാനവിടെ നേരെ കിടങ്ങൂര് കഴിഞ്ഞു. അവിടെ ഇടയ്ക്കൊന്ന് വണ്ടി ചവിട്ടി. ഞാൻ തന്നെ പോകുന്ന കാരണം വണ്ടി ഓടിച്ചു പോകുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ റിസ്ക് ആയതുകൊണ്ട് അങ്ങനെ എടുക്കാൻ നിന്നില്ല. പിന്നെ ഇടയ്ക്കൊന്ന് ചവിട്ടി കുറച്ച് വെള്ളം കുടിക്കാനായിട്ട്. അവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ഞാവൽപ്പഴം കിടപ്പുണ്ട്. ഞാവലിൻ്റെ ചോട്ടിലാണ് നിർത്തി. ഇഷ്ടംപോലെ പഴുത്ത് കിടപ്പുണ്ട്. പറിക്കാൻ ഒരു മാർഗ്ഗമില്ല. കയറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂ ഒക്കെ ഇട്ട് വലിഞ്ഞ് അതിൻ്റെ മേളിൽ കയറിയിട്ട് ഉരുണ്ട് താഴെ വേണമെങ്കിൽ പിന്നെ അതും കൂടെ ആയി. എറിഞ്ഞിട്ടാൽ നിലത്ത് വീണ് ചീത്തയാവും. അവിടെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള സ്ഥലമാണെന്ന് തോന്നുന്നില്ല, ഒഴിഞ്ഞു കിടക്കുന്ന പെറുക്കാൻ. ഞാൻ അതിലേക്ക് നോക്കി നടന്ന്. വണ്ടി ഇപ്പം ആണൊന്ന് സെറ്റായി വരുന്നത് ഓടിച്ചിട്ട്. ബാക്ക് പെയിൻ ഒന്നും ഇല്ല ഭാഗ്യത്തിന്. ഞാൻ എക്സ്ട്രാ ഒരു ബെൽറ്റ് കൂടെ ഉണ്ടായിരുന്നു എൻ്റെ, അതും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാവൽപ്പഴം ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഇവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാഗിനകത്ത് റെയിൻകോട്ടുണ്ട്, ഒരു കുപ്പി വെള്ളമുണ്ട്, പിന്നെ 2 ഏത്തപ്പഴവും കൂടെ എടുത്ത്. സത്യം പറഞ്ഞാൽ വാഗമണ്ണ് പോകണമെന്നൊന്നും ചിന്തിച്ചിറങ്ങിയൊന്നും അല്ല, പകുതിക്ക് വെച്ച് പ്ലാൻ ചെയ്തതാണ് വാഗമണ്ണ് പോയേക്കാന്ന്. വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ അവിടുന്ന് പോവുക. പിന്നെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. ഞാൻ കുറച്ച് മുമ്പോട്ട് പോയത് അവിടെ എനിക്ക് ചവിട്ടി പെട്ടെന്ന് തിരിക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വന്നു. ഈ പാലത്തെ കയറി നിന്നാൽ ദൂരെ അങ്ങ് വാഗമണ്ണ് കാണാം. നല്ല രസമാണ്. കോടയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഞാൻ കുറച്ചു നേരം അവിടെ നിന്ന്. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. ആറാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട്. ഞാൻ ചുമ്മാ സൂം ചെയ്ത് നോക്കി. അപ്പോൾ ദൂരെ കുറേ ടവറൊക്കെ കാണാമായിരുന്നു. പിന്നെ അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് പിന്നെ വന്നത് മർമല അരുവിയും വെള്ളച്ചാട്ടവും ഒക്കെ കാണാനായിട്ട് പോയി. അവിടെ വന്നപ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട്. എല്ലാവരും അവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങാനും നിന്നില്ല. അവിടുന്ന് കുറച്ച് നേരം ജസ്റ്റ് അവിടെ നിന്നിട്ട് ഞാൻ നേരെ മർമല പോയി. ഇത് നല്ലൊരു വ്യൂ കണ്ടപ്പോൾ നിർത്തിയതാണ്, ഒരു ടേണിങ്ങിൻ്റെ അവിടെ. അതുവഴി പോക്ക് ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. കല്ലൊക്കെ വഴി വന്ന് ഉരുണ്ട് കിടപ്പുണ്ട്. ഉരുളൊക്കെ പൊട്ടുന്ന സ്ഥലമൊക്കെ ആയിരിക്കാം. എല്ലായിടത്തും അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മരണമൊക്കെ ഉണ്ടായതാണെന്നാണ് പറഞ്ഞത്. വണ്ടി ഓടുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഓടുന്ന വണ്ടി ഇരുന്ന് വീഡിയോ എടുത്ത് തലയും കുത്തി വീണെങ്കിൽ പിന്നെ അത് ശരിയാകുമല്ല. അതുപോലെ വഴി മൊത്തം തെന്നിക്കിടക്കുക. ഒരു പ്രത്യേക ഒരു കാര്യം, ഇനിയിപ്പോൾ ഈ റൂട്ട് പോകുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. പിള്ളേർ സെറ്റൊക്കെ ആയിട്ട് ബൈക്കിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ പോകുന്നു, അപ്പോൾ ശ്രദ്ധിക്കണം. ഭയങ്കരമായിട്ട് തെന്നിക്കിടക്കുക. ബ്രേക്കിലൊക്കെ അറിയാവുന്ന തൊട്ട് ഇച്ചിരി പിടുത്തം മുറുകി പോയെങ്കിൽ അരച്ചുന്നില്ല വീഴും ചിലപ്പോൾ. നോക്കി പോകണം. മൊത്തം വളവാണ് വഴി. ഓവർടേക്ക് ചെയ്യാനോ സ്പീഡ് എടുക്കാനോ ഒന്നും നോക്കല്ല്. പതുക്കെ പോയി കണ്ട് കേട്ട് തിരിച്ചു വരിക. മഴയായ കാരണം മൊത്തം ഉറവേ, അതുവഴി ഇതുവഴി എല്ലാം വെള്ളമാണ്. പിന്നെ നല്ല രീതിയിൽ തെന്നിക്കിടക്കുക പാറക്കെട്ടൊക്കെ. ആവേശമൊക്കെ ആകാം, പക്ഷേ എല്ലാത്തിൻ്റെയൊക്കെ മേളിലൊക്കെ വലിഞ്ഞു കയറി ഒത്തിരി പേരവിടെ ഭയങ്കര സർക്കസ് നടത്തുന്നുണ്ടായിരുന്നു. പാറയുടെയൊക്കെ മേളിൽ വലിഞ്ഞു കയറിയിട്ട് എങ്ങാനും കാല് തെന്നിപ്പോയെങ്കിൽ നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി പോകുമ്പോൾ രസത്തിന് ഇങ്ങനെ കയറും ഷോ കാണിക്കാനായിട്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ കാലൊക്കെ തെന്നിപ്പോയി കഴിഞ്ഞാൽ തലയിടിച്ച് വീഴും. ഞാൻ ഹെൽമെറ്റ് അത് കാരണം തലേന്ന് ഊരിട്ടില്ല. എങ്ങാനും തെന്നി ഇനി ഉരുണ്ട് വീണെങ്കിൽ തലയിടിക്കണ്ടല്ലോ എന്ന് കരുതി. നെഗറ്റീവ് പറഞ്ഞല്ലോ കേട്ടോ, പറ്റുന്ന കാര്യങ്ങളാണ്.
ഞാൻ പിന്നെ കോട്ട് കയ്യിലുണ്ടായിരുന്നു, അതെടുത്തിട്ട്. കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് ചെല്ലും മുമ്പേ വെള്ളം ഭയങ്കരമായിട്ട് മഴ പോലെ അല്ലേ പോകുന്നുണ്ട്, നനയും നല്ല പോലെ. ആ ബനിയൻ നനഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ആ ബെൽറ്റൊക്കെ നനയും, അതാ. അല്ല നനഞ്ഞു പോകുന്നതിനകത്തൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല. ഞാൻ കുറച്ചു നേരം അവിടെ മാറി നിന്ന് കേട്ടോ, ഒത്തിരി അടുത്തേക്ക് പോയില്ല. നല്ല രസമുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു അത്യാവശ്യം. ആളുകളൊക്കെ എത്തി അങ്ങോട്ട് വരുന്നൊക്കെ ഉള്ളൂ, അധികം ആളുകളാരും വന്നില്ല. ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കൂടി പോയി ഒരു 10 പേരോ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ തന്നെ ഇങ്ങനെ മിക്കവാറും പോവാറ് കേട്ടോ. അതാകുമ്പം വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, പോവുക വരിക. ഇപ്പോൾ ഒരു പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മളെ ബാധിക്കത്തുള്ളൂ, വേറെ ആരെയും ബാധിക്കത്തില്ല അത് പോകുന്നതിനിടയ്ക്ക് കേട്ടോ. അവിടെ വെച്ച് ഞാൻ കുറച്ച് കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടു, കോഴിക്കോട്ടു നിന്ന് വന്നവരായിരുന്നു. അവരുമായിട്ട് കുറേ നേരം സംസാരിച്ച് ഫോട്ടോയൊക്കെ എടുത്താൽ പോകുന്നത്. അവർ നല്ല കമ്പനിയായിരുന്നു. ഈ വെള്ളം അടിച്ച് വീഴുന്ന കാരണം സ്ക്രീൻ മൊത്തം ബ്ലറായിപ്പോയി. ഇവരാണ് കോഴിക്കോട്ടു നിന്ന് വന്നവർ, അവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. പോരാൻ നേരം അവർക്ക് ടാറ്റയൊക്കെ കൊടുത്താൽ പോകുന്നത്. ഞാൻ അവിടുന്ന് പിന്നെ നേരെ തിരിച്ചു പോന്നു. അപ്പോൾ ആളുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ടായിരുന്നു. ഒരു പ്രായമുള്ള ഒരു അച്ഛനൊക്കെ മൊത്തം നനയും. ഞാൻ ഓൾറെഡി പറഞ്ഞു, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ വശത്തിൽ പോയി നനഞ്ഞു കുളിച്ച് പോരാ. അവരെല്ലാവരും കൂടെ ഒരു ഗ്യാങ് ആയിട്ട് ഏകദേശം ആ ഒരു ഏജുള്ളവരെല്ലാം കൂടെ വന്നാന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട്, കാഴ്ചകൾ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. തിരിച്ചു വന്നപ്പോഴത്തേക്ക് നല്ല മഴയായി. നടക്കുമ്പം ഷൂസ് നിലത്തി വെട്ടുമ്പം മറ്റേ ബേസ് ഇടുന്ന ഹോളിൽ കൂടെ വെള്ളം മഴയായി. നല്ല രസമുണ്ട്. എൻ്റെ വണ്ടി ഇവിടെ വെച്ചേ, എനിക്ക് എടുക്കാൻ സൗകര്യത്തിനുള്ള പ്ലേസ് നോക്കിയേ ഞാൻ വണ്ടി വെക്കുള്ളൂ. കാരണം എനിക്ക് ഒത്തിരി സ്ട്രെയിൻ എടുത്ത് ചായ്ക്കാനും പൊക്കാനും പാടാണ്. അവസ്ഥ എങ്ങനെയാണ്. ഞാൻ അവിടെ ഒന്ന് വെള്ളച്ചാട്ടം ഒന്ന് സൂം ചെയ്തെടുത്തു. പഴമായിട്ടാ പോയത്, വിശന്നായിരുന്നു തിരിച്ചു വന്നപ്പം. ഏത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ഉണ്ട്, അങ്ങനെ അങ്ങ് നിന്നോളും. ഞാൻ പിന്നെ അവിടെ നിന്ന് ഒരു പഴം കഴിച്ചു. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വലിയ കഴിപ്പും കുടിയൊന്നുമില്ല കേട്ടോ. വെള്ളവും എനിക്ക് കഴിക്കാനുള്ളതും ഒക്കെ ആയിട്ട് ഞാൻ പോകും. കഴിവതും ചിലവ് ചുരുക്കൽ തന്നെയാണ്, വേറൊന്നുമല്ല. ഇവർ കരുനാഗപ്പള്ളിക്കാരാ കേട്ടോ. പിന്നുള്ള യാത്ര ഇവരുടെ കൂടെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടുന്ന് വാഗമണ്ണ് പോകാനുള്ള പ്ലാനായിരുന്നു. ഇവരുടെ കൂടെ കമ്പനി അടിച്ച് ഇവർ പറഞ്ഞു എന്നാൽ ഇല്ലിക്കല്ലിന് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോകാനും തുടങ്ങിയായിരുന്നു. അതിനിടയ്ക്ക് സമയം ഒത്തിരി പോയതല്ലോ, കൊച്ചു നോക്കിയിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ബ്രോ നമുക്ക് ഇല്ലിക്കല്ലിനൂടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ പിന്നെ ഇവരുടെ കൂടെ അങ്ങ് പോയി. അങ്ങനെ ഇല്ലിക്കല്ല് ചെന്നു. ഇല്ലിക്കല്ലാണെങ്കിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കോടയായി. അടുത്ത് നിൽക്കുന്നവരെ കാണാൻ പറ്റത്തില്ലാത്ത ഭാഗത്തിന് കോടയായി. അവർ പോയി, ഞാൻ അറിയാതെ മേളോട്ട് ജീപ്പിനുള്ള ടിക്കറ്റൊക്കെ എടുത്തായിരുന്നു. ഞങ്ങൾ വണ്ടി അവിടെ വെച്ചിട്ട് പിന്നെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കറങ്ങിയിട്ട് ജീപ്പ് വന്നപ്പം ജീപ്പേ കയറി മേളോട്ട് പോയി. ഇത് അവർ വന്ന വണ്ടി കേട്ടോ. അവരുടെ ഡൂക്കും ഒരു ബുള്ളറ്റേലുമാണ് വന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പായി വരുന്നത്. മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കോടയായിരുന്നു. കുറച്ച് നടന്നു, കാരണം ജീപ്പ് ഏകദേശം ഒരു താഴെ വരും. ഇതിനു മുമ്പ് ഞാൻ പോയത് അത്യാവശ്യം ഒരു ഉണക്ക സമയത്തായിരുന്നു. അന്ന് ആ കല്ലൊക്കെ നല്ലപോലെ കാണാമായിരുന്നു. അന്നിങ്ങനെ കോടയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ മേളിൽ കയറി ചെന്ന് അങ്ങോട്ട് പോക്കിച്ചിരി ചടങ്ങാ കേട്ടോ. നോക്കി നടന്നു പോയില്ലെങ്കിൽ അവിടെ നിന്ന് ഉരുണ്ട് വീണാൽ നേരെ താഴെ വരും. വേറൊന്നുമില്ല, ആ വഴി മുഴുവൻ വെള്ളം കുത്തി ഒഴുകി മൊത്തം പൊളിഞ്ഞു കിടക്കുക. കയറിപ്പോവാൻ ഇച്ചിരി ചടങ്ങാ. കയറിപ്പോകാൻ പിന്നെ ഈ കമ്പികളുകൊണ്ട് അള്ളിപ്പിടിച്ച് കയറിപ്പോവാം. തിരിച്ചിറങ്ങി വരാനാണ് പാട്. ബലം പിടിച്ചിറങ്ങി വരേണ്ടവർ. നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല രീതിയിൽ കോട കയറിയിട്ട് ഒന്നും കാണത്തില്ലായിരുന്നു. ആ കല്ലൊക്കെ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും കറക്റ്റ് അറിയാൻ മേലായിരുന്നു. നമ്മൾ ഈ ഫോണിൽ കാണുന്നവരല്ലായിരുന്നു, നേരിട്ട് കാണുന്ന ഒരവസ്ഥ. നല്ല കോടയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമുക്ക് ഓരോ യാത്രയിലും കുറച്ച് സുഹൃത്തുക്കളെ കിട്ടും കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടാറുള്ള. ഞാൻ അമ്പരൊക്കെ മേടിച്ച അവരുടെ, അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് കയറി വന്ന് തിരിച്ചു. ഇനി ഇത്തെ കയറി വേണം താഴോട്ട് പോകാൻ. ഞാനങ്ങനെ ജീപ്പിൻ്റെ ബാക്കിലിരുന്ന് കുറച്ച് വീഡിയോ എടുത്ത് തിരിച്ചിറങ്ങി പോരുന്നത്. എന്നാൽ നല്ല കോടയുണ്ട്. താഴെ വന്ന് അവിടെ ഇറങ്ങി
പിന്നെ കുറച്ച് നേരം അവിടെ ഞങ്ങൾ നിന്ന് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു, ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു, പിള്ളേരൊക്കെ ഇഷ്ടം പോലെ വരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ തീക്കോയി വന്ന് ഒരു ചായ കുടിക്കാനായിട്ട് കയറി കേട്ടോ. അവിടുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് നമ്പരൊക്കെ മേടിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.